തൊഴിൽ, ജോലി നേടണം. അപ്പോൾ ജോലി നേടിയിട്ട് സ്വകർമ്മണ തമഭ്യർച്ച സിദ്ധിം വിന്ദതി മാനവാ. ഭഗവാൻ പൂർണ്ണാവതാരത്തിൽ ഭഗവത്ഗീതയിൽ പറയുന്നു, സ്വകർമ്മണ തമഭ്യർച്ച. നിൻ്റെ ജീവിതത്തിൽ നിൻ്റെ ജോലി, നിൻ്റെ തൊഴിലെന്താണ്, നിൻ്റെ വർക്ക് എന്താണ്, അതാണ് എനിക്കുള്ള അർച്ചന. ദി പ്രാക്ടിക്കൽ വിസ്ഡം. ഇതൊക്കെ മുകളിൽ കൃഷ്ണൻ ഇനിയൊന്നും പറയാനില്ല. ഗുരുവായൂരപ്പൻ കേരള ജനതയോട്, ഇന്ത്യൻ സമൂഹത്തോട്, മാനവ ജനതയോട്, ഹിന്ദു സമൂഹത്തോട് പറയുകയാണ്, സ്വകർമ്മണ തമഭ്യർച്ച. നീ വെറുതെ ഇവിടെ ഇങ്ങനെ ഒന്ന് ക്യൂവിൽ നിന്നിട്ടൊന്നും ഒരു കാര്യവുമില്ല. നീ നിൻ്റെ ഡ്യൂട്ടി ചെയ്യൂ, നീ നിൻ്റെ ജന്മം ധന്യമാക്കൂ, നീ നിൻ്റെ കർമ്മം ചെയ്യൂ. പഠിക്കുന്ന കുട്ടികൾ പഠിക്കൂ, ജോലിക്ക് പോകേണ്ട ആൾ ജോലിക്ക് പോകൂ, അടുക്കള ജോലി ചെയ്യേണ്ട അടുക്കള ജോലി, ക്ലീൻ ചെയ്യുന്ന ആൾ ക്ലീൻ ചെയ്യൂ, സുപ്രീം കോടതി ജഡ്ജി അവൻ്റെ ജോലി ചെയ്യൂ, ഡ്രൈവറുടെ ജോലി ചെയ്യൂ. എവിടെയോ ഒരു ചെയ്യേണ്ട ജോലിക്ക് ആരോ ഒരാൾ ഒരു ചെറിയ വീഴ്ച വരുത്തിയതല്ലേ ഇതിനിടെ നമ്മൾ ഗുജറാത്തിൽ ഒരു വിമാന ദുരന്തം കണ്ടത്? ഏതോ ഒരാളുടെ ഒരു വീഴ്ച അല്ലേ? അതുകൊണ്ടാണ് സ്വകർമ്മണ തമഭ്യർച്ച സിദ്ധിം. അതിൽ സിദ്ധി നേടണം, അതിൽ പെർഫെക്റ്റ് ആയിരിക്കണം, അത് 100% ആയിരിക്കണം. ആരോടാ പറയുന്നത്? ക്രിസ്ത്യാനികളുടെ ബൈബിള്, യേശു ക്രിസ്തു ക്രിസ്ത്യാനികളോടാണ് പറയുന്നത്. ഖുർആൻ ഇസ്ലാം മുസ്ലിങ്ങളോടാണ് പറയുന്നത്. ഇവിടെ ഭഗവാൻ സിദ്ധിം വിന്ദതി മാനവ, മാനവരാശിയോടാണ് പറയുന്നത്.